ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. ഞാനൊരു പർച്ചേസിങ്ങിനായിട്ട് വന്നതാണ്. ബിക്കോസ് ഞാൻ ഒരു ഷോർട്ട് വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ലുലു എന്നാണ് ഞാൻ മിക്കപ്പോഴും വാങ്ങാറ്. ചില സമയത്ത് ഞാൻ കാഫോറിൽ നിന്നും വാങ്ങാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ ലുലു ഹൈപ്പറിൽ വന്നു. അവിടെ എപ്പോഴും ഇങ്ങനെ കുറേ ഓഫർ പ്രോഡക്റ്റ്സ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ ലുലുന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നോക്കുമായിരുന്നു എന്തൊക്കെ ഓഫേഴ്സാണുള്ളത് എന്ന്. നമ്മളെത്തിയ സമയം കുറച്ച് 8:30 ആയപ്പോൾ എത്തിയതുകൊണ്ട് അധികം തിരക്ക് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം എടുത്ത് നോക്കി സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി. എല്ലാം തന്നെ ഇപ്പോൾ അവിടെ എവിടെയാണെങ്കിലും കാഫോർ ആണെങ്കിലും അതേ ലുലു ആണെങ്കിലും നമുക്ക് ഓഫർ സാധനങ്ങളൊക്കെ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ അവിടെ ഒക്കെ ചെന്ന് നോക്കി, എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ചോക്ലേറ്റ് സെക്ഷനിൽ വന്നു. ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏത് ചോക്ലേറ്റ് എടുക്കുന്നത് കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് തന്നു ഏതെടുക്കും. എന്നിട്ട് ഞാൻ പിന്നെ റേറ്റൊക്കെ കമ്പയർ ചെയ്തിട്ട് ആണ് ഞാൻ ചോക്ലേറ്റ്സ് എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയപ്പം അവിടുന്ന് വാങ്ങിയിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല റേറ്റിന് കിട്ടി. അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കാം. അത് ഞാൻ എവിടെയായിരുന്നു, ഷറഫ് ഗുബൈബയിലാണ് പോയത്. ദേര അടുത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് പോയത്. പിന്നെ ഞാൻ ചോക്ലേറ്റ്സ് ഇവിടുന്ന് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. ബിക്കോസ് അവിടുന്ന് ഞാൻ കുറേ എടുത്തിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് നമുക്ക് കൊച്ചിൽ ചോക്കോ സ്റ്റിക്സ് ഇല്ലേ, അതാണ് സംഭവം. ഞാൻ വേണമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം സ്കിറ്റിൽസിൻ്റെ ഇങ്ങനെ ജെംസ് ബോട്ടിലുണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല. ബിക്കോസ് ഒരുപാട് ചോക്ലേറ്റ്സ് ആയി. ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നത്. അപ്പോൾ എനിക്ക് ആകെ കൂടി 30 kg കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തത്. പിന്നെ വേഫറിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം 3 ഫ്ലേവേഴ്സ് ഉള്ള വേഫറായിരുന്നു. അപ്പോൾ അതെടുത്തു. പിന്നെ ടാങ്ക് എല്ലാ തവണ ഞാൻ കൊണ്ടുപോകുന്നൊരു മെയിൻ സാധനമാണ് ടാങ്ക്. അപ്പോൾ ഞാൻ വലിയ ക്യാൻ എടുക്കാറില്ല. ബിക്കോസ് ക്യാൻ ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യും. അപ്പം ഞാൻ ഇതുപോലത്തെ ചെറിയ പാക്കറ്റ്സ് പൗച്ചസ് മാത്രമേ എടുക്കാറുള്ളൂ. ബിക്കോസ് ക്യാൻ വെച്ച് കഴിയുമ്പോൾ തന്നെ ഒത്തിരി സ്പേസ് അങ്ങ് പോകും. അപ്പോൾ എനിക്കിത് സ്പേസ് വെച്ച് നോക്കുമ്പോൾ എനിക്കത് എടുക്കാൻ തോന്നാറില്ല. അപ്പോൾ പൗച്ചസാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡേറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഡേറ്റ്സ് എടുത്തു. എന്നിട്ടൊരു 3-4 ഡേറ്റ്സ് പാക്കറ്റും എടുത്തു. ഞാൻ എപ്പോഴും ചെറിയ ഡേറ്റ്സിൻ്റെ പാക്കറ്റ്സാണ് എടുക്കാറ്. ഞാൻ എല്ലാ തവണയും കൊണ്ടുവന്ന ഡേറ്റ്സ്. അപ്പം നല്ല ഡേറ്റ്സാണിത്. ഏതോ ഒരു ബ്രാൻഡിൻ്റെ ആണിത്, എനിക്കറിഞ്ഞില്ല. ഫാർദാണോ അതോ അതെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ ഞാൻ കോഫി പൗഡർ കൊണ്ടുപോകും. മമ്മി എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡർ നോക്കാൻ പോയി. ഡേവിഡ് ഓഫിൻ്റെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അത് നല്ല കോഫിയാണ്. പിന്നെ ഞാൻ മാക്സ്വെൽ എന്ന് പറഞ്ഞൊരു ഇപ്പോൾ പയ്യനെ ബോട്ടിൽ വെച്ച് ഞാനത് സേവ് ചെയ്തു. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ 2 ബോട്ടിലിൻ്റെ പൈസ അവിടെ കെട്ടേണ്ടി വന്നേനെ. അങ്ങനെ ഞാൻ ഒരു ബോട്ടിലെടുത്തു. അത് മാക്സ്വെൽ എന്ന് പറഞ്ഞതിൻ്റെയാണ്. അവർ ഡേവിഡ് ഓഫിൽ ഞാൻ യൂഷ്വലും കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ അവിടെ എടുത്തിരിക്കുന്ന ഡേവിഡ് ഓഫില്ലേ, അത് കോഫി അല്ലായിരുന്നു, ഫിൽറ്റർ കോഫി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഫിയുടെ പൗഡറായിരുന്നു. അപ്പം ഞാൻ അതെടുത്തില്ല. പിന്നെ ഞാൻ വന്നു കോസ്മെറ്റിക്സിൻ്റെ സെക്ഷനിലേക്ക്. അവിടുന്ന് ഞാൻ അധികമൊന്നും എടുത്തില്ല. ഒരു ഷാംപൂ അങ്ങനെ എന്തോ വാങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നിവിയയുടെ വലിയൊരു ടബ് ഇരിക്കുന്നുണ്ട്. അത്രയും വലിയ ടബ്ബൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല. ഞാനിങ്ങനെ ഓഫറിൽ ഒരു 2-3 നിവിയാസ് ഒരുമിച്ചൊരു ഓഫറിൽ കിട്ടുന്ന ഒരെണ്ണമുണ്ട്, അത് ഞാൻ വാങ്ങിയിരുന്നു ഓൾറെഡി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഷോപ്പ് ചെയ്തത്. കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ, അധികമൊന്നും വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ കുക്കീസും അതും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി, എല്ലാ സെക്ഷനിലും കൂടെ ഒന്നും കൂടെ നോക്കി എന്തെങ്കിലും ഓഫറിലുണ്ടോ, നമ്മൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് നമ്മൾ പയ്യെ നടന്നു. പിന്നെ എന്താ ഞാൻ വാങ്ങിയത്, പിന്നെ കുറച്ച് വേഫർ ഞാൻ ഓൾറെഡി പറഞ്ഞു. വേഫർ വാങ്ങി, ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി. മയോണീസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടത് എഗ്ലെസ് ആയിട്ടുള്ള മയോണീസ് ആയിരുന്നു. അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അത് ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ ഈ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോയി. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള കുറച്ച് സാധനങ്ങൾ വളരെ പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ ഫർദർ വീഡിയോസ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എല്ലാ വീഡിയോസും കാണാൻ പറ്റും. സോ സീ യു സൂൺ ഇൻ അതർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.